നമസ്കാരം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിച്ച ശേഷം അത് അടിച്ചു തകർക്കുകയാണ് ബംഗ്ലാദേശികൾ. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു. കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല ബംഗ്ലാദേശിൽ നടക്കുന്നത്, മറിച്ച് ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കൃത്യമായ പാകിസ്ഥാന്റെ പിന്തുണയോടെ വിദ്യാർത്ഥികളെ കരുവാക്കിക്കൊണ്ടുള്ള തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദികളുടെ അജണ്ടയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അക്രമം ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിത എന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന വീണതോടെ ആ രാജ്യത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നരനായാട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 500ഓളം ആളുകളാണ് രാജ്യത്ത് മരിച്ചു വീണിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും സിഖ് ദേവാലയങ്ങളും ബുദ്ധ ദേവാലയങ്ങളും എല്ലാം വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കൊല്ലപ്പെടുന്നു. ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കളും കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു. ഷെയ്ഖ് ഹസീനയുടെ പാത പിന്തുടർന്ന പാർട്ടി നേതാക്കളിൽ പലരും ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ചോരയുടെ ചരിത്രം ഒരുപാട് കണ്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ 30 ലക്ഷം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. 1971 ബംഗ്ലാദേശ് രൂപീകരിച്ച കാലം തൊട്ടേ ഹിന്ദുക്കൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളുടെ ചോര ഒരുപാട് വീണ മണ്ണാണ് ബംഗ്ലാദേശ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയാണ് ഇവിടെ കൊന്നു തള്ളിയിട്ടുള്ളത്. അതും ചരിത്രമാണ്. അവാമി ലീഗുകാർക്ക് അധികാരം നഷ്ടമായ വേളകളിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ അതിന്റെ തനിയാവർത്തനമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെയും ഭരണപക്ഷത്തുണ്ടായിരുന്ന അവാമി പാർട്ടിക്കെതിരെയും കടുത്ത ആക്രമണമാണ് പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലികൾ അഴിച്ചുവിടുന്നത്. ഖുൽന ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്കോൺ ക്ഷേത്രമാണ് കലാപകാരികൾ കത്തിച്ചു കളഞ്ഞത്. ഒപ്പം ജഗന്നാഥൻ, ബലദേവ്, സുഭദ്രാദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളെയും അഗ്നിക്കിരയാക്കി. ഒപ്പം കൃഷ്ണക്ഷേത്രങ്ങളും. ഇതെല്ലാം റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രദേശത്തെ ചർച്ചുകൾക്ക് നേരെയും വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. 17 കോടി വരുന്ന ബംഗ്ലാദേശ് ജനതയിൽ 8% ന്യൂനപക്ഷങ്ങളാണ്. ഖുൽനയിലെ ഹിന്ദു വ്യവസായികളുടെ നിരവധി കടകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2 ഹിന്ദു കൗൺസിലർമാർ വെടിയേറ്റ് മരിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധൻമോണ്ടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിനും ബംഗബന്ധു മെമ്മോറിയൽ മ്യൂസിയത്തിനും അക്രമാസക്തരായ ജനക്കൂട്ടം കേടുപാടുകൾ വരുത്തിയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് സമാനതകളില്ലാത്ത ക്രൂരതയുടെ വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഓരോ മിനിറ്റിലും പുറത്തു വരുന്നത്. താലിബാൻ മോഡലിൽ പോലും ഗായകരെയും നടന്മാരെയും കലാകാരെയും ഒക്കെ വർഗീയവാദികൾ കൊന്നൊടുക്കുകയാണ്. ബംഗ്ലാ നടൻ ഷാൻഡോ ഖാനെയും പിതാവും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സെലിം ഖാനെയും അക്രമികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ലോക മാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ വാർത്തയാവുകയാണ്. ഷാൻഡോയും പിതാവ് സെലിം ഖാനും തിങ്കളാഴ്ച ഉച്ചയോടെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ വാലിയ യൂണിയനിലെ ഫറക്കാബാദ് മാർക്കറ്റിൽ വെച്ച് അക്രമികൾ പിടികൂടുകയായിരുന്നു. തുടർന്ന് മർദ്ദിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ബംഗ്ലാദേശിനെ അസ്ഥിരതപ്പെടുത്താൻ നേരത്തെയും പലതവണ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ പട്ടാള അട്ടിമറികളിലും രാഷ്ട്രപിതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വധത്തിലുമെല്ലാം പാക് ചാരസംഘടനയായ ISIയുടെ പങ്ക് ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സമരങ്ങളിലും ISIയുടെ ദീർഘകാല ആസൂത്രണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഏതായാലും ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇരു കൈയും നീട്ടി ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു. അവരുടെ സുരക്ഷ ഇന്ത്യക്ക് പ്രധാനമാണ്.